ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഷവർമ ചിക്കൻ റോളാണ് കേട്ടോ. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾക്ക് ബീഫ് ചിക്കൻ ഇതൊന്നും ചേർക്കണമെന്നില്ല. വെജിറ്റബിൾസ് മാത്രം ചേർത്തുകൊണ്ട് നമുക്ക് ഈ റോള് ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു കിഡു ടേസ്റ്റാണ് കേട്ടോ. കുട്ടികളൊക്കെ വെജിറ്റബിൾസ് കഴിക്കാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് റോളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഡോ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ സാദാ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്തുകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നല്ലൊരു മയം കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾക്ക് 1/4 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഇത് ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ കുഴച്ചെടുക്കണം. നമ്മളിത് നന്നായിട്ട് പിസ്സയൊക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കണേ. ഇനി ഈ ഡോ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാബേജാണ്. അത് ചോപ്പറിൽ വെച്ചിട്ട് നന്നായിട്ട് സ്ലൈസായിട്ട് നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. ചോപ്പറിലാണ് വെച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസിയായിട്ട് തന്നെ നല്ല തരിത്തരിപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും. വെജിറ്റബിൾസ് ചേർക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കാണ്. അതും ഇതുപോലെ തന്നെയാണ് കേട്ടോ. നന്നായിട്ട് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ക്യാപ്സിക്കാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 2 സവാള കൂടെ എടുക്കണം. അതും നമ്മൾ ചോപ്പറിൽ വെച്ചിട്ട് നന്നായിട്ട് ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ്. അതും നമ്മൾക്ക് സ്ലൈസായിട്ട് തന്നെ നന്നായിട്ട് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് എല്ലില്ലാത്ത ചിക്കന് വേവിച്ചെടുത്തതാണ്. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പം നമ്മളുടെ ഡോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്കിത് ഓരോന്നായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ എനിക്കിവിടെ 8 പീസാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത് കേട്ടോ. നൈസായിട്ടല്ല പരത്തിയെടുക്കേണ്ടത്. എന്നാലാണ് ആ ചിക്കൻ റോളിൻ്റെ ആ ഒരു നല്ല സോഫ്റ്റ്നെസ്സുള്ള ആ ഒരു റോളായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾക്കിത് ഓരോന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ കട്ടിക്ക് തന്നെ നമ്മൾ പരത്തിയെടുക്കണം കേട്ടോ. നൈസായിട്ട് ചപ്പാത്തി പോലെ അല്ല പരത്തിയെടുക്കേണ്ടത്. പിസ്സക്കൊക്കെ പരത്തുന്നത് പോലെ നമ്മൾ കുബൂസിനൊക്കെ പരത്തുന്നത് പോലെ ആ ഒരു അത്യാവശ്യം വലുപ്പത്തിൽ കുബൂസിൻ്റെ ആ ഒരു കട്ടിക്ക് വേണ്ട, അത്യാവശ്യം കട്ടിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് നമ്മൾ പൊടിച്ചെടുക്കണം. ഇത് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടാണ് ഇത് മൊരിച്ചെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ അരികൊന്നും കളയേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഫുള്ളായിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അല്ലാണ്ട് വേവിച്ചെടുക്കുന്നില്ല കേട്ടോ. ഇത് ഇങ്ങനെ ഇതുപോലെ വേവിച്ചെടുക്കാതെ തന്നെയാണ് നമ്മൾ റോൾ ചെയ്തെടുക്കുന്നത്. വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പൊരിച്ചെടുക്കാനുള്ളതല്ലേ. ഇനി ഇതെല്ലാം നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മൾ മൊരിച്ചെടുത്തിട്ടുള്ള ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ചെറിയൊരു എരിവിനായിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ വെജിറ്റബിൾസിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഡോ എല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഓരോ പത്തിരി എടുത്തിട്ട് നമ്മൾക്ക് അതിൽ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നമ്മൾക്ക് വെജിറ്റബിൾസ് എല്ലാം അതിൻ്റെ നടുവിലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂണ് മയോണൈസും അതിൻ്റെ മുകളിലായിട്ട് കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെയാണ് നമ്മൾ റോൾ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇതിൻ്റെ ആ 2 അരികുവശവും ചേർത്ത് മടക്കി കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾക്ക് ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം.
ഇത് നന്നായി ചൂടായതിന് ശേഷം നമ്മൾക്ക് ഇതിട്ട് കൊടുക്കാം. മുങ്ങിക്കിടിക്കുന്ന രീതിയിൽ അത്യാവശ്യം ഓയിൽ വേണം. അതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കരുത്, അപ്പോൾ പെട്ടെന്ന് എണ്ണ കുടിച്ച് പോവും. ആദ്യം നമ്മൾ ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ചിട്ട് നമ്മൾ മൊരിച്ചെടുക്കുക. 2 മിനിറ്റിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം. ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് എണ്ണ കുടിച്ച് പോകും കേട്ടോ. അപ്പം നമ്മളുടെ റോള് ഇവിടെ മൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ലൊരു കിഡ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഈവനിങ് സ്നാക്സിനും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. കൂടെ തന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ കേട്ടോ. കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ നമ്മൾക്ക് വിറ്റ് ഈസ് ദി വീഡിയോയുമായി വീണ്ടും കാണാം.